അങ്ങനെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയും ഒന്ന് തൊട്ടു തലോടി. നടപ്പാക്കാത്ത തൊഴിൽ അവസരങ്ങൾ എന്ന പൊള്ളയായ BJP വാഗ്ദാനത്തെ അതേപടി പകർത്തി ബജറ്റ് അവതരണം നല്ല തകൃതിയായി നടന്നു. ഇതിൽ അടിപൊട്ടിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിനാണ്. കാരണം ബീഹാറിന് 50,000 കോടിയും ആന്ധ്രയ്ക്ക് ആദ്യ ഘട്ടത്തിൽ മാത്രം 15,000 കോടിയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ പാഷ്വാലിറ്റി ചന്ദ്രബാബു നായിഡുവിന് ദഹിച്ചിട്ടില്ല. കാരണം വെറും 6 MP-മാരുടെ വ്യത്യാസത്തിൽ മാത്രം മുന്നിൽ നിൽക്കുന്ന ബീഹാറിന് ഞങ്ങളെക്കാളും ഇത്രയും തുകയുടെ വ്യത്യാസം വന്നതിൽ ഇപ്പോൾ TDP MP-മാർ മുറുമുറുപ്പ് തുടങ്ങിയിട്ടുമുണ്ട്. വിഭജന കാലം മുതൽക്കേ ആവശ്യപ്പെടുന്ന പ്രത്യേക പദവിയും നൽകിയില്ല. പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന് പേരിട്ട് ഭണ്ഡാരത്തിലോട്ട് ചില്ലറയിടുന്നത് പോലെ നക്കാപ്പിച്ചേട്ട ചന്ദ്രബാബു നായിഡുവിനെ BJP അങ്ങ് ഒതുക്കി കളഞ്ഞു. കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വന്നതോടെ TDPയുടെയും JDUവിന്റെയും ഒപ്പം കൂടിയായിട്ടായിരുന്നു BJP സർക്കാർ രൂപീകരിച്ചത്. മോദിയുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടാതിരിക്കാനായി സഖ്യകക്ഷികൾക്കും അവരുടെ സംസ്ഥാനങ്ങൾക്കും ധനമന്ത്രി ബജറ്റിൽ മുൻഗണന നൽകിയെങ്കിലും ഈ ചേരിതിരിവ് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും. ബീഹാറിന് 26,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി അടക്കം ഏതാണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11,500 കോടി രൂപയുടെ പ്രളയ സഹായവും വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, 2 ക്ഷേത്ര ഇടനാഴികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അടിസ്ഥാന സൗകര്യത്തിന് മാത്രം ബീഹാറിൽ 26,000 കോടി രൂപയാണ് ആകെ അനുവദിച്ചിരിക്കുന്നത്. ബീഹാറിൽ വിമാനത്താവളവും മെഡിക്കൽ കോളേജും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമൃത്സർ കൊൽക്കത്ത വ്യവസായിക ഇടനാഴിയുടെ ഭാഗമായി ബീഹാറിലെ ഗംഗയിൽ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കും. പട്ന പൂർണ എക്സ്പ്രസ് വേ, ബുക്സർ ബംഗൽപൂർ ഹൈവേ, ബോധ്ഗയ, രജ്ഗീർ, വിശാലി, ദർഭക എന്നീ റോഡ് കണക്ടിവിറ്റി പ്രൊജക്ടുകൾക്കും പുറമെ ബുക്സാറിൽ ഗംഗാ നദിക്ക് മുകളിലായി 2 വരി പാലത്തിന്റെയും നിർമ്മാണത്തിനുള്ള പദ്ധതിയും ബജറ്റിൽ ബീഹാറിനായി നീക്കിവച്ചിട്ടുണ്ട്. ഇത്രയും വാരിക്കോരി ബീഹാറിന് നൽകിയപ്പോൾ ആന്ധ്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 15,000 കോടി രൂപയും വരും നാളുകളിൽ പ്രത്യേക ധനസഹായവും മാത്രമാണ്. ഒറ്റയടിക്ക് പിണക്കാൻ കഴിയാത്തതുകൊണ്ട് ആന്ധ്ര തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായി 15,000 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ബഹുമുഖ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും പണം പിരിച്ച് കേന്ദ്രം വഴി നൽകുമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബീഹാർ, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പൂർവോദയ പദ്ധതികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം പ്രതിപക്ഷ കക്ഷികൾക്ക് ബജറ്റിൽ കാര്യമായ പരിഗണന കേന്ദ്രം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അഹിയടാ കൂടെ നിന്നിട്ട് നമ്മളെ തേച്ചല്ലടാ എന്നാലോചിച്ച് താടിക്കും കൈകൊടുത്തിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ ആണെന്ന് BJP ബജറ്റിലൂടെ വീണ്ടും തെളിയിച്ചു.